കഴിഞ്ഞ ദിവസം രണ്ടാം ഘട്ട ബംഗാളിന്റെ പോളിംഗ് കഴിഞ്ഞു. കനത്ത പോളിംഗ് ആണ് ബംഗാളിൽ മമതാ ബാനർജിയുടെ പ്രതീക്ഷയ്ക്കപ്പുറം അവിടെ രേഖപ്പെടുത്തിയത്. ഇതിനുശേഷം ഒരു വലിയ സംഘർഷത്തിന്, ഒരു കലാപത്തിനാണ് ബംഗാളിൽ മമതാ ബാനർജി തിരികൊളുത്താനായി പദ്ധതിയിട്ടിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷേ ഇത് തടഞ്ഞത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ കാരണമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗാളിൽ ഇലക്ഷൻ കഴിഞ്ഞ ആ സമയത്ത് തന്നെ കേന്ദ്രസേനയെ തലങ്ങും വിലങ്ങും വിന്യസിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കേന്ദ്രസേന ഇലക്ഷൻ കഴിഞ്ഞ്, വോട്ടെടുപ്പ് കഴിഞ്ഞ് തിരികെ പോകുമെന്ന് കരുതിയ മമതാ ബാനർജിക്കും TMC ഗുണ്ടകൾക്കും തെറ്റി. കേന്ദ്രസേന അവിടെ പ്രത്യേകിച്ചും ബോർഡർ ഏരിയകളിൽ വലിയ രീതിയിലുള്ള വിന്യാസമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇത് ഇത്രയ്ക്ക് തൃണമൂൽ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണ തിരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രസേന പിന്മാറും, പക്ഷേ ഇത്തവണ അതുപോലെ പിന്മാറിയില്ല എന്നുള്ളത് മമതാ ബാനർജിക്ക് കനത്ത ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഗുണ്ടകളുടെ ഏരിയകളിൽ, അതായത് മമതാ ബാനർജിക്കും TMCക്കും ശക്തിയുള്ള ഗുണ്ടകളുടെ ശക്തമായിട്ടുള്ള ഏരിയയിൽ, സന്ദേശ് ഖാലിയിലെ ജഹാംഗീർ ഖാനെ പോലുള്ള ഗുണ്ടകൾ വിഹരിക്കുന്ന ഏരിയകളിൽ കേന്ദ്രസേന ശക്തമായിട്ടുള്ള നിരീക്ഷണം തുടങ്ങിക്കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ. അതിനുശേഷം ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മമതാ ബാനർജിയുടെ ആ പ്രസ്താവന മനസ്സിലാക്കുക. അതായത് മമതാ ബാനർജി നേരത്തെ പറഞ്ഞത് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളെ തീർക്കാൻ ഒരു നിമിഷം പോലും വേണ്ട എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദു ഭൂരിപക്ഷ ഏരിയകളിൽ വലിയ രീതിയിലുള്ള സേനാവിന്യാസം അവിടെ നടത്തിയിട്ടുണ്ട്. പോരാത്തതിന് കേന്ദ്രസേന കൂടുതലായി അവിടെ ഇറങ്ങുമ്പോൾ വലിയൊരു ഓപ്പറേഷൻ കൂടി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിർത്തി ജില്ലകളിലാണ് സേന പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്. നാദിയ അടക്കമുള്ള അതിർത്തി ജില്ലകളിൽ കേന്ദ്രസേന വലിയ ഫോഴ്സിനെ തന്നെയാണ് അവിടെ ഇറക്കിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്, ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞങ്ങൾ പോകില്ല, ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നിങ്ങളുടെ സംരക്ഷണത്തിനായി ഞങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യുമെന്നാണ്. ആ വാക്ക് അമിത്ഷാ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണെന്നുള്ളതാണ് ബംഗാൾ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.